ഏതാണ്ട് ഒരു 3-4 പടിയെ കുളത്തിന്റെ അങ്ങ് ചെന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് എന്റെ കാലങ്ങ് തെറ്റി. ഞാൻ പോകും. ചേച്ചി അവിടെ നിന്ന് നിലവിളിച്ചു. എങ്ങനെ രക്ഷപ്പെട്ടെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. ഈ കയറി വന്നപ്പോൾ ഞാൻ അമ്പലത്തിനകത്ത് ചെന്നപ്പോൾ ഭഗവാനെ ഞാൻ കുടയും പിടിച്ചു നിൽക്കുന്ന ഒരു കൊച്ചു കണ്ണ് ഞാൻ വെളിയിൽ ആ പടിയിൽ കണ്ടു. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വണ്ടി അത് അറേഞ്ച് ചെയ്യാൻ വേറൊരാളെ ഗുരുവായൂരപ്പം പറഞ്ഞു വിട്ടു. ലാസ്റ്റ് അപ്പോൾ ഞാൻ കൃഷ്ണനോട് പറഞ്ഞു ഇങ്ങനെ ഒറ്റത്തി ഇരുന്നോട്ടോ പോകണ്ടാട്ടോ എന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അയാൾ പറഞ്ഞു ചേച്ചിയും ആ കൊച്ചും അമ്മയും കൂടി കയറിക്കോളാൻ പറഞ്ഞു. ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ടോ അല്ലെങ്കിൽ അമ്മയ്ക്ക് എപ്പോഴേലും ഭഗവാന്റെ ഒരു അനുഭവം ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഭഗവാൻ. എന്തെങ്കിലും ഒന്ന് പറയുക. ഞാൻ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം വിട്ടു ഭഗവാനാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും വിളിക്കാറുള്ളത് ഗുരുവായൂരപ്പനെയാണ് വിളിക്കാറുള്ളത്. പിന്നെ ഞാൻ ബാവിന് പോയി. ബാവിന്റെ പോയപ്പോഴത്തേക്ക് അവിടെ ചെന്നിട്ട് കുളത്തിലിറങ്ങി. ഞാനും എന്റെ ചേച്ചിയും ഉണ്ടായിരുന്നു. ചേച്ചി ഞാനും ചേച്ചി മുമ്പേ ഞാൻ ബാക്കിലോട്ട് നടന്നിങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 3-4 പടിയെ കുളത്തിന്റെ അങ്ങ് ചെന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് എന്റെ കാലങ്ങ് തെറ്റി. ഞാൻ പോകും. ചേച്ചി അവിടെ നിന്ന് നിലവിളിച്ചു. ഞാൻ ഏറ്റവും അവസാനത്തെ പടി ചെന്ന് ഇങ്ങനെ നോക്കി നിന്നു. എങ്ങനെ രക്ഷപ്പെട്ടെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. ഈ കയറി വന്നപ്പോൾ ഞാൻ അമ്പലത്തിനകത്ത് ചെന്നപ്പോൾ ഭഗവാനെ ഞാൻ കുടയും പിടിച്ചു നിൽക്കുന്ന ഒരു കൊച്ചു കണ്ണ് ഞാൻ വെളിയിൽ ആ പടിയിൽ കണ്ടു. അന്നുവരെ എനിക്കത് അവിടെയൊക്കെ രൂപമാണെന്നാ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെയാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് ഇങ്ങനെ ഒരു രൂപം എൻ്റെ കണ്ണനാണ് ഗുരുവായൂരപ്പനാണെന്ന് എനിക്ക് മനസ്സിലായത്. അത് എൻ്റെ മനസ്സിൽ മാറിയില്ല. അപ്പൊ ചേച്ചി തന്നെ അന്തം വിട്ടു. ഞാൻ ചേച്ചി എന്നാ അവിടെ നിന്ന് എന്റെ ചെന്ന് അടിച്ചു പോയ തല അടിച്ചാ പിന്നെ കിട്ടൂലല്ലോ. അത് ഒരുപാട് പടിയുണ്ട് വർക്കല അമ്പലത്തില് കുളത്തില്. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. കൂടെ ഉണ്ട്, എനിക്ക് മനസ്സിലുണ്ട്. തൊഴുതോ എന്റെ എപ്പോഴും പോലെ അതല്ലേ. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എപ്പോഴും. ശരി. ഞാൻ പ്രതീക്ഷിക്കാതെ എൻ്റെ ഒരു ആഗ്രഹം ലതികയോട് പറഞ്ഞതാ. അത് ലതിക പെട്ടെന്നത് എഗ്രി ചെയ്തു. അത് കഴിഞ്ഞ് ലാസ്റ്റ് മൊമെന്റിൽ പുള്ളിക്കാരി ജോയിൻ ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വണ്ടി അത് അറേഞ്ച് ചെയ്യാൻ വേറൊരാളെ ഗുരുവായൂരപ്പം പറഞ്ഞു വിട്ടു. ഇവിടെ വന്നു സുഖമായിട്ട് തൊഴുതു. സുഖമായിട്ട് തൊഴുതു. ആദ്യമായിട്ടാണ് ഞങ്ങള് അന്നദാനവും കഴിച്ചു. അപ്പൊ മനസ്സ് നിറഞ്ഞിട്ടാണ് പാൽപ്പായസം ഉൾപ്പെടെ. അതെ. എന്തെങ്കിലും അനുഭവം ഭഗവാന്റെ അടുത്തുനിന്ന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും പറഞ്ഞ ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തി തരുമോ? ഇന്നത്തെ ഈ വരവ് തന്നെ ഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ടാണല്ലോ വരാൻ പറ്റിയത്. ഞാൻ ലാസ്റ്റ് മൊമെന്റിലാണ് ഞങ്ങൾ പോകുന്ന കാര്യം പുള്ളിക്കാരിയോട് പറഞ്ഞത്. ഓടി വന്ന് കയറി. അപ്പൊ എന്തായാലും ഭഗവാൻ വിചാരിച്ചിട്ടുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ട്. നിമിത്തം പോലെയാണ് ഞാൻ പുള്ളിക്കാരിയെ വിളിക്കുന്നതും കോള് കട്ട് ചെയ്യാൻ തുടങ്ങിയതിന് മുമ്പ് ഞാൻ ചാടിക്കയറി പറയായിരുന്നു ഞങ്ങൾ ഗുരുവായൂർക്ക് പോകണ്ടെന്ന്. അപ്പൊ എത്തി എന്തായാലും ഭംഗിയായി തൊഴാൻ പറ്റി. എവിടെ തൊഴുതിറങ്ങുമ്പോ എന്താ തോന്നണേ? അയ്യോ ശരിക്കും ക്യൂ നിന്നെങ്കിലും കണ്ണുകൾക്ക് കാണാൻ പറ്റി, തൊഴാൻ പറ്റി. അത് തന്നെ വലിയ മനസ്സിന് ഭഗവാൻ അനുഗ്രഹിച്ചാലല്ലേ അത് പറ്റുള്ളൂ. കൂടെ ഉണ്ട്. എന്താ പറയണേ? നമുക്ക് പല കാര്യങ്ങളിലും ഇവിടെ വന്ന് ഭഗവാനെ തൊഴുതു പോകുമ്പോഴൊക്കെ വണ്ടിയുടെ പ്രശ്നങ്ങൾ, ഞങ്ങൾ ബസ്സിനെ വന്നെ. അപ്പോൾ അതിൻ്റെ പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഞങ്ങളെ തരണം ചെയ്ത് ഞങ്ങളെ എങ്ങനെയോ ചോറ്റാനിക്കര എത്തിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഒരിക്കൽ ഇവിടെ വന്നപ്പോൾ ലാസ്റ്റ് ബസ് 7:30 പറഞ്ഞ്. പക്ഷെ അന്ന് ഞങ്ങൾ എന്നിട്ട് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ പോയി. കഴിഞ്ഞപ്പോൾ അവിടെ അവർ പറഞ്ഞ് ഇത് എല്ലാവരും കയറ്റില്ല ബുക്കിംഗ് ആണെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അന്ന് കൃഷ്ണനെ ഇവിടെ നിന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോണ വഴിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാനും മോളും അമ്മയുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ ഒന്ന് കയറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ആരും കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. അന്ന് അവിടെ 10-20 പേരുണ്ടായിരുന്നു. ലാസ്റ്റ് അപ്പോൾ ഞാൻ കൃഷ്ണനോട് പറഞ്ഞു ഇങ്ങനെ ഒറ്റത്തി ഇരുന്നോട്ടോ പോകണ്ടാട്ടോ എന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അയാൾ പറഞ്ഞു ചേച്ചിയും ആ കൊച്ചും അമ്മയും കൂടി കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് തൃശ്ശൂർ വന്നിറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ വയറ്റിലേ പോയി ഇറങ്ങി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്നും ഞങ്ങൾക്ക് വണ്ടി കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് ഓരോ വരവിനും, എന്നെ സംബന്ധിച്ച് ഓരോ വരവിനും എങ്ങനെയൊക്കെയോ എന്നെ അങ്ങ് തിരിച്ചാളെ എത്തിക്കണം. നമ്മുടെ നല്ല രീതിയിൽ തന്നെ എത്തിക്കുന്നുണ്ട് ആള്. പരീക്ഷിച്ചാലും പരീക്ഷണത്തിലുപരി ആള് കൂടെ ഉണ്ടെന്നോ അതൊരു ഇതാണ്. പിന്നെ തന്നെ വരുന്ന കാര്യത്തിൽ എനിക്കൊരു സർജറിയുടെ കേസായിട്ട് എങ്ങനെയെങ്കിലും ഭഗവാന്റെ അടുത്ത് വന്നെന്നും പറഞ്ഞ് ഞാൻ ആശിച്ചിരിക്കുമായിരുന്നു.
അപ്പോഴാണ് ഇവർ രണ്ടുപേരും ഈ പ്ലാൻ ഇട്ടത്. ഇന്നലെ ഇത്രയും കുറേ കാലത്തി എന്നെ വിളിക്കുവാണ് ഇവർ, മെസ്സേജ് വിട്ട് എങ്ങനെ ഉണ്ടോ തനിക്കെന്ന് ചോദിച്ച് മെസ്സേജ് വിട്ട് കഴിഞ്ഞപ്പോഴാണ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞാൽ ശരി ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നാളെ ഗുരുവായൂർക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആശിച്ചതാണല്ലോ ദൈവമേ ഞാനും വരണമെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി തന്നെ ഇവർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഞാൻ കുത്തിപ്പിടിച്ച് ആ സമയത്തേക്ക് ഓടി എത്തി ഇവിടെ എത്തി. ഒരു കുഴപ്പമില്ല. സർജറി കഴിഞ്ഞോ? ഇല്ല, സർജറി ഇപ്പം അടുത്ത ഈ മാസം 11 എന്തായാലും സുഖമായിട്ട് നടക്കട്ടെ. ഭഗവാൻ ഉണ്ടാവും കൂടെ. ഭഗവാന്റെ ഭക്തരൊപ്പം എന്തായാലും ഭഗവാൻ ഉണ്ടാവും തന്നെ പറയാം. സുഖമായിട്ട് തൊഴുവാനും പറ്റി. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ പോകാൻ പോകും, സമാധാനമായിട്ട് ഇറങ്ങാൻ. അപ്പോഴാണ് നമ്മളെ കാണുന്നത്. നമ്മുടെ ഇതിലുണ്ട് അല്ലേ, എങ്കിലുണ്ട്, കൃഷ്ണനിലുണ്ട്, കാണാറുണ്ട്, വീഡിയോസ് ഒക്കെ ഉണ്ട്. എന്താ ഭഗവാന്റെ അടുത്ത് വന്നിട്ടുള്ള അനുഭവം? എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുറേ നാളുമായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ് ഇവിടെ വന്ന് ഒരു ദിവസം നിന്ന് തൊഴണം എന്നുള്ളത്. ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് മുടങ്ങാണ്ട് എല്ലാ മാസവും വരാൻ പറ്റുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അതുവരെ മുടങ്ങിയിട്ടില്ല. അപ്പോൾ അതന്നെ വലിയൊരു അനുഗ്രഹമാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹം. ഇപ്പോൾ തന്നെ വന്നാലും എനിക്ക് പ്രശ്നമില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൂരെ എന്തോ ഒരു സ്ഥലമായിരുന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നമില്ല. നമ്മുടെ എൻ്റെ സ്വന്തം ഒരു ഇതുപോലെ എന്തായാലും അതെ അല്ലേ, എന്തോ വലിയ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലം പോലെ. കാരണം അറിയാത്തവർക്ക് ഗുരുവായൂർ എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല. നമ്മളിതുപോലെ ബസ്സിലും ട്രെയിനിലും വന്നിട്ടും ഉണ്ടായിരുന്നില്ല. ആരുടെയെങ്കിലും കൂടെ കാറിനൊക്കെ വന്ന് പോകാനായിരുന്നു പതിവ്. ഇതിപ്പോ എനിക്ക് തോന്നി അതിനെക്കാട്ടിലും ഒക്കെ കംഫർട്ടബിൾ ആയിട്ട് വന്നു. ഞാൻ ലതികയോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചതാണ് മാസം തൊഴിലെ കഴിഞ്ഞോ ഇല്ലയോ എന്ന്. അപ്പൊ പറഞ്ഞില്ല നമുക്ക് പോകാം. എല്ലാം പെട്ടെന്നായിരുന്നു. എല്ലാ മാസം പറ്റട്ടെ, ഇങ്ങനെ വരാൻ പറ്റുകയാണെങ്കിൽ എല്ലാ മാസവും വരട്ടെ. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും. പരിപൂർണമായും വിശ്വസിക്കുന്നവർക്ക് ഭഗവാൻ എന്നും ഒരു ആശ്രയമാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഈ അനുഭവങ്ങൾ? ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്കും ഇതേപോലെയുള്ള അനുഭവ കഥകളും ശ്രീകൃഷ്ണ അനുഭവങ്ങളും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് എഴുതി അയക്കാവുന്നതാണ് കേട്ടോ. ഞങ്ങളത് ലൈവിലോ അല്ലെങ്കിൽ ഒരു വീഡിയോയിലൂടെയോ അത് വായിച്ച് മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിക്കുന്നതാണ്. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇതേപോലെയുള്ള കൂടുതൽ അനുഭവ കഥകളും അറിവുകളും ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും 2 കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, പകലാം. നന്ദി, നമസ്കാരം.